അറിഞ്ഞില്ലേ? തൊയ്മ ബീഫ് സ്റ്റാൾ കുളത്തൂപ്പുഴ മാർക്കറ്റിനുള്ളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മയോടെ സ്ലോട്ടർ ഹൗസിൽ നിന്നും എത്തിച്ച് വിൽപ്പന നടത്തുന്നു. ഫോൺ 9207047875. ഇടമുളക്കൽ പഞ്ചായത്തിലെ ഒഴുകുപാറക്കൽ വെള്ളൂർ വാർഡിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മാലിന്യം തള്ളിയത്. വലിയ പ്ലാസ്റ്റിക് കവറുകളിലാക്കിയ നിലയിലാണ് ഭക്ഷണ മാലിന്യം ഉൾപ്പെടെ വലിയ രീതിയിൽ മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ളത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പഞ്ചായത്ത് അധികൃതർ നടത്തിയ പരിശോധനയിൽ കൊല്ലത്ത് നിന്നുമാണ് മാലിന്യം ഇവിടെ കൊണ്ടുവന്നിട്ടതെന്ന് മനസ്സിലാക്കുകയായിരുന്നു. പിന്നീട് ഇവരെ കണ്ടെത്തുകയും മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെടുകയുമായിരുന്നു. പഞ്ചായത്ത് നടപടി ശക്തമാക്കിയതോടെ വൈകിട്ട് 5 മണിയോടെ മാലിന്യം നിക്ഷേപിച്ചവർ തന്നെ അത് നീക്കം ചെയ്യുകയുമായിരുന്നു. ചടയമംഗലം പോലീസിൽ പഞ്ചായത്ത് അധികൃതർ ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട്. രാത്രിയുടെ മറവിൽ ഇത്തരത്തിൽ നിരവധി പ്രദേശങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു ആലുവിള അറിയിച്ചു. വേസ്റ്റ് ഇടമുളക്കൽ പഞ്ചായത്തിലെ ഒഴുകുപാറയ്ക്കൽ തള്ളിയതിനെ തുടർന്ന് അത് ഇന്നലെ തള്ളിയ വേസ്റ്റ് അവരെ കൊണ്ട് എടുപ്പിക്കുന്നു. അവർ വാഹനമായി വന്നിരിക്കുന്നു. ആ വാഹനത്തിൽ എന്തായാലും ഇങ്ങനെ നിൽക്കോ പ്രസിഡന്റെ. ഓ വലിയ രീതിയിൽ ലോഡ് കണക്കിനുള്ള ഏതോ ടോറസിലോ മറ്റോ ആയിരിക്കാം വലിയ രീതിയിൽ വേസ്റ്റ് തള്ളിയിരിക്കുന്നു. അവർ തിരിച്ച് പറക്കുന്ന നിമിഷങ്ങളാണ്. പക്ഷേ ഇവരെ കൊണ്ട് തിരിച്ചു പറപ്പിക്കുമ്പോൾ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ഇവർ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. പഞ്ചായത്തിൻ്റെ നടപടിയോ അല്ലെങ്കിൽ പോലീസിൻ്റെ നടപടി ഒന്നും എടുക്കുന്നില്ല. ഇവർ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത് ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ ഇത്. അതുകൊണ്ട് പഞ്ചായത്തിൻ്റെ നടപടി എടുക്കാഞ്ഞിട്ടാണ് അവരിവിടെ വന്ന് ഇത് എടുക്കുന്നത്. ഇത് പറയുന്ന കാര്യത്തിലുണ്ട് മര്യാദ വേണ്ട. കേസ് എടുക്കുക, മാലിന്യത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ വലിയ പ്രശ്നങ്ങളാണ്. അല്ല, അങ്ങനെ പറഞ്ഞെങ്കിലേ റീച്ച് കിട്ടത്തുള്ളൂ സാമു. ഇതുമായി കൊണ്ടിട്ട ആളുകൾക്ക് ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ വന്നത്. ആരുടെ ഉത്തരവാദിത്തപ്പെട്ടവർ എങ്ങനെ വന്നു? അവരെങ്ങനെയാണ് വന്നത്? അവർക്കൊരു സ്വപ്നം തോന്നി, ശരി എന്നാ ഇവിടുത്തെ ഇന്നലെ ഇട്ടതാണ് ഇന്ന് എടുത്തേക്കാന്ന് വിചാരിച്ചിട്ടാണോ വന്നത്? അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരെ ഈ കാര്യത്തിൽ എടുക്കാതെ അവർക്ക് നിവൃത്തിയില്ല എന്ന് തോന്നിയിട്ടാണ് അവർ വന്നെടുക്കുന്നത്. അത് പഞ്ചായത്ത് ബന്ധപ്പെട്ടിട്ടാണ്. അതന്നെ, പഞ്ചായത്ത് ബന്ധപ്പെട്ടിട്ടാണ് എടുക്കുന്നത്. അതാ പറഞ്ഞത്, പഞ്ചായത്ത് ബന്ധപ്പെട്ടില്ലെന്നാ ഇപ്പൊ പറഞ്ഞത്. അങ്ങനെയാ പറഞ്ഞത്. മാലിന്യവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ടവരായി വന്നമായിരുന്നേ. അന്നേരം ഇവരിൽ നിന്ന് എല്ലാ അഡ്രസ്സും പഞ്ചായത്തിനും പോലീസിനും നാട്ടുകാർക്കും എല്ലാം കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നുണ്ടാണല്ലോ ഇത് എടുത്തത്. വലിയ ബിവറേജിന് സമീപം ഉള്ള ഒരു കടയിലേക്കാണ്. ഈ കടയിലുള്ള വേസ്റ്റാണ്, കടയുടെ മുന്നിലാണ് വേസ്റ്റ് രാത്രി കാലങ്ങളിൽ തള്ളി ചെയ്യുന്നത്. ഇതിലുള്ള വേസ്റ്റാണ് നടക്കുന്നത്. അത് ഇപ്പോൾ അങ്ങനെ നമ്മളെ വേസ്റ്റ് കുറച്ചേ ഉള്ളൂ. അല്ല സാറേ, ഞാൻ പറഞ്ഞതാ, നമ്മളെ വേസ്റ്റ് ഫുള്ള് നമുക്ക് അറിയത്തില്ല. ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിലെ വെള്ളൂർ വാർഡാണ് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം. 2 ദിവസം മുന്നേ ഇതിന് തൊട്ടപ്പുറത്ത് ഒരു റബ്ബർ തോട്ടമാണ്. ആ റബ്ബർ തോട്ടത്തിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ലോഡ് കണക്കിന് മാലിന്യം കൊണ്ട് തള്ളിയതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവിടുന്നുള്ള വാർഡ് മെമ്പറും അതുപോലെ തന്നെ ഇവിടുന്നുള്ള പൊതുപ്രവർത്തകരും വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉടൻ തന്നെ അവിടെ എത്തുകയും അത് കണ്ട് മനസ്സിലാക്കുകയും പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും വാർഡ് മെമ്പർമാരും എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു.
ഉടൻ തന്നെ നമ്മൾ ചടയമംഗലം പോലീസിൽ പെറ്റിഷനായിട്ട് തന്നെ നമ്മൾ കൊടുക്കുകയും പഞ്ചായത്തിൻ്റെ പെറ്റിഷൻ കൊടുക്കുകയും അവരതിൻ്റെ നടപടി സ്വീകരിച്ച് വരികയും ചെയ്യുകയാണ്. ഇന്നലെ അതിന് ശേഷം വീണ്ടും നമുക്ക് ആ സമയത്ത് ഇവർക്കുള്ള വണ്ടി നമ്പർ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ വണ്ടി നമ്പരും കൂടെ കിട്ടിയതിന് ശേഷം അവർ വണ്ടി നമ്പർ വെച്ച് നമ്മൾ കൊടുത്തു. അവർ ചടയമംഗലം പോലീസ് അതിന് FIR ഇട്ട് കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവർക്കുള്ള അന്വേഷണത്തിലാണ് ഇതുള്ളത്. ഇപ്പോൾ കുറച്ച് അവിടുന്ന് മാലിന്യം കുറച്ച് നീക്കം ചെയ്ത് കഴിഞ്ഞു. അതിന് കുറച്ച് നേരത്തെ അവിടെ മണ്ണിനടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഇപ്പോഴും ആ സ്ഥിതിയിലാണുള്ളത്. ഇങ്ങനൊരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് ഇന്നലെ രാത്രിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ മാലിന്യം തള്ളിയ അവരെ കൊണ്ട് തന്നെ തിരിച്ച് ഇവിടുന്ന് വാഹനത്തിൽ കയറ്റി വിടുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി നമ്മുടെ സുജായി സൈനിധി എന്ന് പറയുന്ന തൊട്ടടുത്ത വാർഡിലെ മെമ്പർ എന്നെ വിളിക്കുകയും, ഇത് വെള്ളൂർ വാർഡാണ്, ഇവിടെ രജനി എന്ന് പറയുന്ന മെമ്പറാണ് ഇവിടെ ഉള്ളത്, ഇവരെന്നെ വിളിക്കുകയും ഇങ്ങനെ ഒരു മാലിന്യം തള്ളിയതായിട്ട് ശ്രദ്ധയപ്പെടുകയും ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറിയും അതുപോലെ തന്നെ മെമ്പർമാരും ഉൾപ്പെടെ ഇവിടെ വരികയും ഇവർക്കുള്ള രണ്ടുപേരുടെ സാന്നിധ്യത്തിൽ ഞങ്ങളിത് പരിശോധിച്ചതിന് ശേഷം പോലീസിനെ വിവരം അറിയിച്ചതിന് ശേഷം ഇവിടുന്ന് ഒരു നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ നമ്പർ വെച്ച് ഇതിൻ്റെ ആളുകളെ വിളിച്ചു. അവർ ഫോൺ എടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഇതേപോലെ അവർ മാലിന്യം മറ്റെവിടോ ത്തേക്ക് വേണ്ടിയിട്ട് കൊടുത്തു വിട്ടതാണ്, ഇവിടെ തള്ളുമെന്നുള്ള വിവരം അറിയത്തില്ലായിരുന്നു. അടിയന്തരമായി ഇക്കാര്യം വന്ന് ഇവിടുന്ന് ഇത് എടുത്തു മാറ്റിയെങ്കിലേ പറ്റത്തുള്ളൂ, അല്ലാതെ വേറെ നിവൃത്തിയില്ല, അല്ലെങ്കിൽ മറ്റ് നടപടികളുമായി പോകും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പിന്നെ ഇത് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എടുത്ത് മാറ്റിയാലും ശരി, നമ്മളെ ഈ നടപടി കാര്യങ്ങളെല്ലാം നടത്തി മാത്രമേ അവസാനിപ്പിക്കൂ. അതിൻ്റെ ഇന്നലെ കൊണ്ടുവന്ന വണ്ടി ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റ് നടപടികളുമായിട്ട് പോകും. ഇക്കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഒരു കോംപ്രമൈസും എന്ന് പറഞ്ഞാൽ ഒരു കോംപ്രമൈസും ഇല്ല. അവർക്കെതിരെ വളരെ ശക്തമായ നടപടികളുമായിട്ട് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകും.